SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ അന്ന് വച്ച മുദ്രാവാക്യങ്ങളെല്ലാം ഇപ്പോഴും പ്രസക്തിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ കെട്ടിയിറക്കുന്ന ഒരാളിനേക്കാൾ BJPക്കെതിരായിട്ട് എന്നുപോലെ ഞാൻ ആക്രമണ ശക്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? RSSനെതിരായിട്ട് എന്നുപോലെ ആക്രമണ ശക്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അവരൊന്നും ഇങ്ങനെ ഒരു തീക്കളിക്കൊന്നും ഒരിക്കലും അവർ തയ്യാറായിട്ടില്ലല്ലോ. മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, ഗുജറാത്ത് കലാപം, പിന്നെയും നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വനിതാ ബില്ലിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ടു ആ വനിതാ ബില്ലിൽ ഒളിയിരിക്കുന്ന മഹാത്മാഗാന്ധിയെ കൊല ചെയ്ത ആരാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് എങ്ങനെ മരിച്ചുവെന്നും ഭാവിയിലെ കുട്ടികളെ പഠിക്കണ്ട എന്നുള്ളതല്ലേ. പിന്നെ വി ശിവൻകുട്ടി എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് കാണുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട്, കൗൺസിലറായിട്ട്, മേയറായിട്ട്, ആയിട്ട്, മന്ത്രിയായിട്ട്, പഞ്ചായത്ത് മെമ്പറും ഇട്ട്. അതെ, കോർപ്പറേഷനിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു, അതിനുശേഷം കോർപ്പറേഷൻ മേയറുമായിരുന്നു. അപ്പം ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഒരു രാഷ്ട്രീയക്കാരനായ ശിവൻകുട്ടി, മന്ത്രിയായ ശിവൻകുട്ടി, രാഷ്ട്രീയക്കാരനായ ശിവൻകുട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ നിയോഗപ്രകാരം പല റോളും വഹിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള പ്രതിച്ഛായയിലേക്കും പോയിട്ടുണ്ട്. പക്ഷെ മന്ത്രിയായി വന്ന ശിവൻകുട്ടിയെ കണ്ടത് വളരെ വ്യത്യസ്തമായിട്ടാണ്. വളരെ പ്രഗത്ഭനായ, ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിമാരിൽ ഒരാളായിട്ട് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തതിൽ അങ്ങേയറ്റം മനോഹരമായിട്ട്, ആ കാര്യത്തിൽ എല്ലാവരും ഏക അഭിപ്രായമായിട്ട് പറയുന്നുണ്ട്. ഈ 2 മാറ്റങ്ങൾ, ഒന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ പ്രവർത്തനായ ശിവൻകുട്ടി എന്താണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന ശിവൻകുട്ടിയിലേക്ക് എന്ത് ഊർജ്ജമാണ് നേടിയത്? രണ്ടാമത്, ആദ്യത്തെ ആ ഇമേജ് നമ്മൾ മോശമായതിനെക്കുറിച്ച് അത് എപ്പോഴെങ്കിലും ഹോണ്ട് ചെയ്തിട്ടുണ്ടോ? ഇത് ഞാനൊരു യഥാർത്ഥത്തിൽ പിന്നെ മന്ത്രിയാവുമെന്നോ മേയറാവുമെന്നോ ഒന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു ആഗ്രഹവും സ്വപ്നവും MLA ആകുക, മന്ത്രിയാകുക. അതെ, ഞാനൊരു വളരെ സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ ജനിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ SFIയിൽ വന്ന് ചേർന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, പിന്നെ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ അങ്ങ് ആത്മാർത്ഥമായി ചെന്ന് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ള ഒരു ആത്മാർത്ഥത കൂടുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കതുണ്ടാക്കുന്ന പ്രതിച്ഛായ എന്താണെന്നുള്ളത് ചിന്തിക്കാറില്ല. ഒരു തീരുമാനം നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചാൽ അതിൽ വെള്ളം ചേർക്കുന്ന വിഷയം ഇല്ല. ഈ നിയമസഭാ സംഭവം ഉണ്ടായതിനെ കുറിച്ച് ഒരു ഖേദം എനിക്ക് തോന്നിയിട്ടില്ല. പാർട്ടി തീരുമാനം നടപ്പിലാക്കി അതിന്റെ പേരിലുണ്ടാവുന്ന ഇമേജ്, എനിക്ക് ഉണ്ടാവുന്ന ദോഷ ഇമേജ്, പാർട്ടിക്ക് ഉണ്ടാവുന്ന ദോഷ ഇമേജ്, അല്ലാതെ എനിക്ക് വ്യക്തിപരമായുള്ള ഒരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഞാൻ വ്യക്തിപരമായി ഒറ്റയ്ക്ക് എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഇറങ്ങി ഒരു കാര്യങ്ങൾ ചെയ്തതില്ലല്ലോ. ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ ഒരു തീരുമാനം നടപ്പിലാക്കുക. അപ്പം 2 വശമുണ്ട് അതിലൊരു ഇമേജിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഈ താങ്കൾ പറഞ്ഞ പോലെ ഉണ്ട്. എന്നാൽ എടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി നിന്നിട്ടൊരാളെന്നുള്ള ഒരു സംഗതിയുണ്ട്. എന്തായാലും അത് ജനങ്ങൾ അത് രണ്ടിനെ അങ്ങനെ ആ രൂപത്തിൽ വിലയിരുത്തി അതങ്ങ് അവസാനിപ്പിച്ചു. പിറ്റേ അടുത്ത പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ താങ്കൾ മന്ത്രിയായതിനു ശേഷം തുടക്കത്തിലുണ്ടായ വിമർശനം പറഞ്ഞവരൊക്കെ പിന്നീട് അവരുടെ വായ അടപ്പിച്ചുകൊണ്ടുള്ള നല്ല പെർഫോമൻസ് നടത്തി. അതെങ്ങനെ കഴിഞ്ഞു? ഞാനിപ്പോൾ അത് യഥാർത്ഥത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. ഏറ്റവും മെച്ചപ്പെട്ട പഞ്ചായത്ത് ഉള്ളൂർ പഞ്ചായത്ത് മാർവൻസ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് കീഴിലാണ് കോർപ്പറേഷൻ വരുന്നത്. അന്ന് T. ബാലകൃഷ്ണനായിരുന്നു ജില്ലാ കളക്ടർ. അന്ന് ആക്കുളം അതാണ് ബോട്ട് ബാധ്യമായിട്ട് ആരംഭിക്കുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. T. ബാലകൃഷ്ണൻ ഞാനും കൂടെ സംയുക്തമായിട്ടാണ് ആരംഭിക്കുന്നത്. ആക്കുളം ബോട്ട് ക്ലബ്ബ് അദ്ദേഹം ഒരു ഫണ്ട് കണ്ടെത്തി തന്നാണ് അത് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഒരു ഗ്യാപ്പ് ഉണ്ടായി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആവുന്നത്. അതിനുശേഷം മേയറാവുന്നത്. മേയറായിരുന്നപ്പോഴും കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേയറായിരുന്നു. ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത ഒരു മേയറാണ്. അന്നൊന്നും ഈ വിമർശനങ്ങളില്ല. ഈ മേയറായിരുന്ന കാലത്ത്
താങ്കൾ ഏറ്റവും ആത്മാർത്ഥപ്പെട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഇവിടുത്തെ മാലിന്യ സംസ്കരണമാണ്. അതെ അതെ. പക്ഷേ മാലിന്യ സംസ്കരണത്തിൽ താങ്കൾ ചെയ്യാൻ ശ്രമിച്ചത് പലതും താങ്കൾക്ക് ഒരു തിരിച്ചടി പോലെ ഉണ്ടായി. ഉദാഹരണത്തിന് താങ്കൾ ഇവിടെ സ്ഥാപിച്ച മാലിന്യ പെട്ടികളെ താങ്കൾക്ക് എതിരായിട്ടൊരു അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഉപയോഗിക്കപ്പെട്ടു. ഞാൻ വെളുപ്പിൽശാല താങ്കൾ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു സംഗതിയാണ്. എന്നെ തന്നെ പേഴ്സണലായിട്ട് കൊണ്ടുപോയി വെളുപ്പിൽശാല കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. പക്ഷേ വെളുപ്പിൽശാല അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കാരണം ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഇപ്പം നീറുന്നൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. അതായത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അന്ന് പ്രശ്നം ആർക്കുമില്ല. BJPക്കെതിരായിട്ട് എന്നുപോലെ ഞാൻ ആക്രമണം ശക്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? RSSനെതിരായിട്ട് എന്നുപോലെ ആക്രമണം ശക്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? BJPയുടെ O രാജഗോപാലിനെയും അതേപോലെ തന്നെ കുമ്മൻ രാജശേഖരനെയും ഞാൻ പരാജയപ്പെടുത്തി അന്ന് മുതൽ എന്നെ ടാർഗറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് ഒരു ടീമിനെ തന്നെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എനിക്കെതിരായിട്ട് വരുന്ന കമൻറ്റുകളെയും അതേപോലെ തന്നെ വിമർശനങ്ങളെയും പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരേ അച്ചിലിട്ട് വാർത്ത പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഈ കാര്യത്തിന് ശേഷമാണ്. ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ മോശക്കാരനല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നപ്പോൾ ഞാൻ മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ മാലിന്യ സംസ്കരണം ഈ പറഞ്ഞ പോലെ ഇത് ഒരു ലോകത്തെമ്പാടും കാണുന്ന ഒരു പ്രവണതയാണ്. യഥാർത്ഥത്തിൽ അത് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമം നടത്താൻ വേണ്ടി ഉള്ളൊരു പരിശ്രമം നടത്തിയ മേയറാണ് ഞാൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ അന്നത്തെ 95-2000 കാലഘട്ടത്തിലെ മേയർ എന്ന് പറയുന്നത്. അന്ന് ഇതിന് പെർമനന്റ് സൊല്യൂഷൻ ആയിരുന്നു എൻ്റെ ലക്ഷ്യം. ഉണ്ടാക്കുന്ന മിനി സംവിധാനങ്ങളുണ്ടല്ലോ, അതിനോട് എനിക്കന്ന് യോജിപ്പില്ല. പെർമനന്റ് സൊല്യൂഷൻ അതാണ് ഞാൻ വിജയവാഡയെ കൊണ്ട് ആൾക്കാരെ കാണിച്ച ശേഷം ഇത് ചവറിൽ നിന്ന് വളം ഉണ്ടാക്കുന്ന പദ്ധതി ഒരു പൈസ പോലും കോർപ്പറേഷന് ചെലവഴിക്കാതെ പോപ്സൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാരെ ഏൽപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നയനാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ നിങ്ങളെ പത്രക്കാരെയെല്ലാം കൊണ്ടാണ്. അന്ന് മനോരമയുടെ ബ്യൂറോ ചീഫോ മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ജോൺ മുണ്ടക്കയെ. നിങ്ങളെല്ലാം കൊണ്ട് അവിടെ കാണിച്ചു. ഞാൻ മേയർഷിപ്പ് പോയതിന് ശേഷവും 15 വർഷക്കാലം സ്ഥാപനം പ്രവർത്തിച്ചു. പ്രൊഫസർ ചന്ദ്ര, ജയംബാബു, വിമർശനം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അതിന്റെ കൂട്ടത്തിലാണ് ഈ പെട്ടി അന്ന് വന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം കാണുമല്ലോ എല്ലാത്തിലും. യഥാർത്ഥത്തിൽ ഈ പെട്ടിയിൽ ജീവനക്കാർ കൈകൊണ്ട് തൊടാതെ പെട്ടിയിൽ കൊണ്ട് ശേഖരിച്ച ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു യന്ത്രത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് ചെയ്തത്. അപ്പോൾ പക്ഷേ ആളുകൾ സഹകരിച്ചില്ല. കാരണം അവിടെ കൊണ്ടുപോയി പുറത്തു കൊണ്ടിട്ടിട്ട് പോയി. അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുതിയൊരു കാര്യം എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വളം മുഴുവൻ അവിടെ കെട്ടി വെച്ച് അവർക്ക് തന്നെ വലിയ പ്രശ്നമായി മാറി. നമ്മൾ കൊടുത്തുള്ള വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇത് വാങ്ങാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അത് വാങ്ങുന്നതിന് വേണ്ടി അവർ സഹകരിക്കുന്ന സമീപനമല്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അത് അവസാനം അടച്ചുപൂട്ടുന്ന അവസ്ഥ വന്നപ്പം അങ്ങനോട് പറഞ്ഞൊരു വാചകം, അന്ന് MLA മാത്രമല്ല, എന്നോട് പറഞ്ഞു, ജോണെ ഇത് ഇന്ന് അടച്ചു പൂട്ടുന്നെങ്കിൽ ഇനി കേരളത്തിൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം വരിക അത്ര എളുപ്പമല്ല. വന്നാൽ ഞാൻ എൻ്റെ കൈ കിടക്കുന്ന മൂതര ഊരി തരാമെന്ന് എന്നോട് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോഴും അവസ്ഥ അത് തന്നെ. ഞാനത് അത്ഭുതപ്പെട്ടു. ഇതൊരു 15-20 വർഷം മുമ്പ് എന്നോട് 15 വർഷം മുമ്പാണ് പറയുന്നത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അപ്പം ഞാൻ അതിനുശേഷം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് ഒരു അറം പറ്റിയതുപോലെ. കാരണം പിന്നെ ഒരിടത്തും നടന്നിട്ടില്ല. ഇല്ല, ഒരിക്കലും നടത്തില്ല. കാരണം അതങ്ങനെ നടക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി. ഇനി നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി. പക്ഷെ നമ്മളിപ്പോൾ ലോകത്ത് വേറെ പല രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ സിവേജ് വെള്ളമാണല്ലോ ശുദ്ധീകരിച്ച് നമുക്ക് കുടിക്കാൻ വേണ്ടി അങ്ങനെ ലോകം അതങ്ങനെയുണ്ട്. ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ചാൽ മാത്രമേ. എൻ്റെ വീട്ടിന് മുന്നേ ഒന്നും പാടില്ല. അതിപ്പം BJP കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടല്ലോ, BJPയുടെ മുനിസിപ്പാലിറ്റി ആണല്ലോ, നടക്കില്ല. അവര് 4 മാസമോ 6 മാസക്കാലം കൊണ്ട് ഇതെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞാലും നമ്മുടെ സിവിക് സെൻസ് ഉണ്ടല്ലോ, പൗരബോധം മാറിയല്ല മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അത് ഏതെങ്കിലും ഇത്രയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ സംതൃപ്തനാണ്. മിനിസ്റ്റർ എന്നുള്ള നിലയിൽ താങ്കൾ നേരത്തെ ചെയ്ത മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനിയും ഈ സർക്കാർ തുടർച്ച കിട്ടുകയാണെങ്കിൽ താങ്കൾ വരുത്താൻ പോകുന്ന മാറ്റം എന്തായിരിക്കും? അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആവുമെന്നറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പദവി കിട്ടുകയാണെങ്കിൽ താങ്കൾ എന്താണ് ഈ സമൂഹത്തിൽ വരേണ്ട, താങ്കൾക്ക് ഇതുവരെ കഴിയാത്തൊരു പ്രതീക്ഷ നൽകുന്നത് എന്താണ്? അതിപ്പോൾ ജോണെ, നമുക്ക് എൻ്റെ പാർട്ടി പോലത്തെ ഒരു പാർട്ടിയിൽ അങ്ങനെ
പറയാൻ പറ്റുന്ന ഒരു ഇല്ല, കാര്യമല്ല ശരി. കാര്യമാണ്. ഓക്കെ ഓക്കെ. അല്ല, താങ്കൾ മന്ത്രിയാകണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ ഒരു സ്വപ്നം കാണാമല്ലോ ഈ നാട് എങ്ങോട്ട് എങ്ങനെ മാറണമെന്നുള്ളതിനെ കുറിച്ച്. ഒരു ഈ സുബ്രഹ്മണ്യ ഭരണം കിട്ടിയില്ലെങ്കിലും ചിന്തിക്കാവുന്ന ഒരു സംഗതി, ഈ നാടിന് ഇനി ഉണ്ടാവേണ്ട ഒരു മാറ്റം എന്താണെന്നുള്ളതിന് അല്ല, അതാണ് നമ്മൾ തമ്മിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ആദ്യം ചെയ്ത പറഞ്ഞ കാര്യം. വിദ്യാഭ്യാസ രംഗത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് നമ്മുടെ കുട്ടികൾ ഇന്ത്യയിലും ലോകത്തും ഏത് രാജ്യത്ത് ചെന്നാലും നമ്മളെ കുട്ടികളെ മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ ഓൾ പ്രൊമോഷൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ കേരള 1 മുതൽ 10 വരെയുള്ള അവർക്കറിയാമല്ലോ, അവരെ ഡോക്യുമെന്റ്സ് റെക്കോർഡ്സ് ഉണ്ടല്ലോ ഓൾ പ്രൊമോഷൻ. നമുക്കൊരു നമ്മളോടൊരു ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. അതേസമയത്ത് നമ്മുടെ നയം മാറ്റി നമ്മുടേതല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രിഫറൻസ് കിട്ടുകയാണ്. എന്ന് മാത്രമല്ല, ഇതിന്നിപ്പം ഈ നമ്മുടെ ഒരു ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഒരു തയ്യാറെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വന്ന് ചേരുന്നുണ്ട്, പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, രാജ്യത്ത് ആകെ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്താണ് ഒരുപാട് തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഭരണഘടന കുട്ടികളെ പഠിപ്പിക്കേണ്ട എന്നുള്ള കാര്യം പോലും ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പാഠപുസ്തകത്തിൽ ഭരണഘടന പ്രിയാമ്പിൾ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി. കേന്ദ്ര ഗവൺമെൻറ് മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, ഗുജറാത്ത് കലാപം, മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാമല്ലോ ജോൺ വെട്ടിക്കളഞ്ഞു. ആ സമയത്ത് ബദലായിട്ട് ഒരു പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് ഏക സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ്. അവർ ചെയ്തിരിക്കുന്ന ചില കാര്യമാണ്. മഹാത്മാഗാന്ധിയെ കൊല ചെയ്ത് ആരാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് എങ്ങനെ മരിച്ചുവെന്നും ഭാവിയിലെ കുട്ടികൾ പഠിക്കണ്ട എന്നുള്ളതല്ലേ. നമ്മളൊക്കെ പഠിച്ചത് പാഠപുസ്തകത്തിലല്ലേ പഠിച്ചല്ല. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഇത് അറിയാമെങ്കിലും ഇത് ആയിരിക്കില്ലല്ലോ ജോലി. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായി നമ്മുടെ ഹിസ്റ്ററിയും വിദ്യാഭ്യാസവും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും വ്യക്തതയോടുകൂടിയും നമ്മുടെ കുട്ടികളുടെ ഭാവി കണ്ടുകൊണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു രംഗമായി ചരിത്രവും വിദ്യാഭ്യാസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അവരൊന്നും ഇങ്ങനെ ഒരു തീക്കളിക്കൊന്നും ഒരിക്കലും അവർ തയ്യാറായിട്ടില്ലല്ലോ. അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ഉള്ളവരാണ്. BJPക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ചരിത്രം മാത്രമാണ് BJPക്കും RSSനും ഉള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നിപ്പോൾ നമുക്ക് ഈ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി നിന്ന് ഇപ്പോൾ ഈ വനിതാ ബില്ലിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ആ വനിതാ ബില്ലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചു, നമുക്ക് പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നുകൊണ്ട്. അത് എല്ലാ കാലത്തും അവർക്ക് അങ്ങനെ യോജിപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അപ്പം അങ്ങനെ യോജിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലം വരിക. ഇവിടെ ഈ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടുക എന്നുള്ളതാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കെതിരെ താങ്കൾ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമമണ്ഡലത്തിൽ തുടർച്ചയായിട്ട് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്തതിൻ്റെ ദേഷ്യം അവർക്കുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നിയമമണ്ഡലത്തിൽ ഇത്തവണ താങ്കൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി അറിയിച്ചതായിട്ടും പാർട്ടി നിർബന്ധിച്ച് വീണ്ടും മത്സരിപ്പിക്കുകയായിരുന്നു എന്നും പറഞ്ഞു കേട്ടു. അതിനകത്ത് വല്ല വസ്തുതയുണ്ടോ? ഇല്ല, അത് വസ്തുത ഉണ്ടെങ്കിൽ പോലും ഞാൻ വസ്തുത വെളിപ്പെടുത്താൻ തയ്യാറില്ല. എന്തായാലും പാർട്ടി തീരുമാനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. മറ്റൊരു ജയസാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള കാരണം കൊണ്ടാണ് എന്തായാലും മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടത്തും വലത്തും തിരിയേണ്ട കാര്യമില്ല, മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ നിലയിൽ മത്സരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ വളരെ പ്രമുഖരായ രാജഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെയാണ് തോൽപ്പിച്ചത്. ഇപ്പൊ അതിലും വളരെ എല്ലാ തരത്തിലും കരുത്തനായ ഒരു നേതാവിനാണ് ഇത്തവണ നേരിടുന്നത്. വിജയസാധ്യത എങ്ങനെ കാണുന്നു നേമത്ത്? വിജയസാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനൊരു 5000-ന് താഴെയെങ്കിലും വോട്ടിന് ജയിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു അക്കം പറയുന്നത് ആദ്യമായിട്ടാണ്. 5000-ന് താഴെ വോട്ടുണ്ടെങ്കിലും ജയിക്കും. അവിടെ ഒരു മതേതര ശക്തികൾ താങ്കൾക്ക് അനുകൂലമായിട്ട് തിരിയുമെന്നുള്ളത് തന്നെയാണ്. പാർട്ടിക്ക് അതീതമായിട്ട് ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ശക്തികൾ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഒന്ന്. 2, ഞാൻ കഴിഞ്ഞ അവിടെ MLA എന്നും മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 1000 കോടി രൂപയുടെ വികസനം ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. 3, ഇപ്പോൾ പഴയതുപോലെയല്ല. MLA എന്ന് വെച്ചാൽ അസംബ്ലി മാത്രം പോയാൽ പോരാ. എല്ലാ വീട്ടിലും നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ചടങ്ങുകളിലും അവർ വിളിക്കുന്ന മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ തന്നെ പങ്കെടുക്കണം. അവർക്ക് ഇപ്പം ഇലക്ട്രിസിറ്റി ഇല്ലേ, ഒരെണ്ണം MLA വിളിക്കണം. അവിടെ ചവറ് കിടക്കുന്ന MLA വിളിക്കണം. ഒരു മരണം ഉണ്ടായാൽ MLA അവിടെ പോകണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഈ എനിക്കെതിരെ പ്രധാന എതിരാളിയായിട്ട് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ.
പിന്നെ അദ്ദേഹം ഒരു ഇന്ത്യയിലെ പണാധിപത്യം കൊണ്ട് മാത്രം നേതാവായ ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ പരന്നു, അവർ വിശ്വസിച്ചു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൊണ്ട് പിന്നെ ഒരു മുൻതൂക്കം LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന കാലത്ത് ഇവിടുത്തെ സമരമുഖങ്ങളിലെല്ലാം ശിബി ശിവൻകുട്ടിയുടെ മുഖമുണ്ടായിരുന്നു. ഒട്ടേറെ സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. ഈ സമരങ്ങളൊക്കെ ചെയ്ത വഴി താങ്കൾ പഠിച്ചത് എന്താണ്? ഈ സമരത്തിൻ്റെ ഒരു ശൈലി ഇനി മാറേണ്ടതുണ്ടോ? എന്താണ് അഭിപ്രായം? സമരത്തിന്റെ ശൈലി ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന ഭരണാധികാരികളുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിന്റെ ശൈലി പിന്നെ മാറുന്നത്. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി നേതാവായിരുന്ന അവസരത്തിൽ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ അന്ന് വച്ച മുദ്രാവാക്യങ്ങളെല്ലാം ഇപ്പോഴും പ്രസക്തിയാണ്. പാഠപുസ്തകം കൃത്യമായിട്ട് ഇറക്കുക, അതായത് എനിക്കൊരു പാഠം അത് വിജയിച്ചു, പരീക്ഷ കൃത്യമായിട്ട് നടത്തുക, ഞാൻ വിജയിച്ചു, കൈക്കൂലി വാങ്ങുന്നത്, കോഴ വാങ്ങുന്നത് അവസാനിപ്പിക്കുക, ഏതാണ്ട് അതൊരു മുന്നറിയിപ്പ് പോലെ ഉള്ള ഒരു നിലയിലെത്തി കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. കായികമേള കുറ്റമറ്റതായി നടത്തണമെന്ന് തീരുമാനിച്ചു, അത് നടത്തിയ കലാമേള, നിങ്ങൾക്കറിയാലോ കലാമേളയിലൊക്കെ നിങ്ങൾ എത്രയോ പ്രാവശ്യം റിപ്പോർട്ടിങ്ങിനൊക്കെ വന്നിട്ടുള്ളത്. കലാമേള കുറ്റമറ്റതായി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു, അത് നടത്തി. അതെല്ലാം അന്ന് വെച്ച മുദ്രാവാക്യങ്ങളുടെ ഒരു 50% ഞാൻ ഇപ്പോൾ പൂർത്തീകരിച്ചു എന്നാണ് എനിക്ക് പറയാം. അങ്ങനെയുള്ള ഒരു നമ്മൾ സമരങ്ങളിലൂടെയും ഒക്കെ തന്നെ കിട്ടുന്ന ഒരു പരിചയവും അനുഭവ സമ്പത്തും അങ്ങനെയാണല്ലോ. ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാമർഥ്യമുണ്ട്, ഒരു ഏത് വിഷയത്തിന് നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യമെല്ലാം പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ കെട്ടിയിറക്കുന്ന ഒരാളിനേക്കാൾ ഇവിടെ നിന്ന് താഴെക്കടയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു തീർച്ചയാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റായി എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവമുണ്ട്, മേയറായി കിട്ടിയിട്ടുള്ള അനുഭവമുണ്ട്. നമ്മുടെ ഒരു ജനപ്രതിനിധി ഇത്തരം സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ ധരിക്കും. ഉദ്യോഗസ്ഥന്മാരും ഈ ജനാധിപത്യ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഉദ്യോഗസ്ഥന്മാരുടെയും അറിവുണ്ട്, അവരുടെ പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെയും കൂടെ നിർത്തി പിന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വേദികളിലെ ആൾക്കാരെയും കൂടെ നിർത്തി ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അതല്ല നമ്മളൊരു സ്ഥാനത്ത് വന്നിരുന്നു, ആ കസേരയിൽ ഇരുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനോടും പുച്ഛമാണ്, വേറെ ആരും ശരിയല്ല, ഞാൻ മാത്രമാണ് ഈ ലോകത്ത് ശരി. എനിക്ക് അങ്ങനെയുള്ള ചിന്തയല്ല, എനിക്ക് കുറവുകളുണ്ടാവും. ശിവൻകുട്ടിയെ കുറിച്ച് മന്ത്രിയാണെങ്കിലും മന്ത്രി അല്ലെങ്കിലും മേയർ താങ്കളുടെ ജീവിത ശൈലിയിലോ നിലപാടിലോ ബന്ധങ്ങളിലോ ഒന്നൊരു വ്യത്യാസവും ഇല്ല. എന്ന് മാത്രമല്ല, ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമ്പോഴും അതിനതീതമായിട്ട് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, നല്ല നിലയിലുള്ള ബന്ധങ്ങൾ നിലനിർത്താനുമുള്ള ഒരു മനസ്സ്, അതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രമല്ല. തീർച്ചയായിട്ട് താങ്കളുടെ ഭാര്യ ഒരു പത്രപ്രവർത്തക കൂടിയാണ്, പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൻ ഗോവിന്ദപിള്ള സാറിൻ്റെ മകളാണ്. പാർവതിയുടെ പത്രപ്രവർത്തക എന്നുള്ള നിലയിലോ അല്ലാതെയൊക്കെയുള്ള പാർവതി താങ്കളുടെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എങ്ങനെ സഹായിക്കുന്നുണ്ട്? എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നല്ലൊരു പങ്ക് സഹായം പാർവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. ഒന്ന്, പിന്നെ സാധാരണ സ്ത്രീകൾ, എൻ്റെ വീട് ഒരു സാധാരണ വീടല്ല. പി കെ വാസുദേവൻ നായർ, MN ഗോവിന്ദൻ നായർ, പി ഗോവിന്ദപിള്ള, സോദകുമാരി, ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു വലിയൊരു വിശാലമായ കുടുംബമാണ്. അപ്പോൾ രാവിലെ എണീറ്റാൽ വീട്ടിൽ PKV ഉണ്ടെങ്കിൽ PKV ജനയുഗം പത്രം വായിച്ചോണ്ട് അപ്പുറത്തിരിക്കും, PG ദേശാഭിമാനി വായിച്ചുകൊണ്ട് ഇപ്പുറത്തിരിക്കും. അങ്ങനെയുള്ള ഒരു പക്ഷേ രാഷ്ട്രീയ ചർച്ചയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇവരെല്ലാം നമ്മളുടെ പാഠപുസ്തകങ്ങളായിരുന്നു. അതെ, പാഠപുസ്തകങ്ങൾ. ഇപ്പൊ രാധാകൃഷ്ണനുണ്ട്, MG രാധാകൃഷ്ണനുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടൊന്നും അങ്ങനെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല, യഥാർത്ഥ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനായി അറിയുന്നതാണ്. പാർവതി അതിന് വ്യത്യസ്തമാണ്. SFIയുടെ കാലഘട്ടം മുതൽ പാർവതിയുടെ പിന്നെ ഉപദേശവും അല്ലെങ്കിൽ പാർവതിയുടെ പിന്നെ നിർദ്ദേശങ്ങളും പിന്നെ ഒരു വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായങ്ങളും ഒരു വിഷയത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇരുന്നേനെ എന്നുള്ള വിലയിരുത്തലും ഒക്കെ തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ ഒരുപാട് പിന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സഹായി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ നടത്താൻ നമുക്ക് കഴിയുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാർവതിക്ക് ഒരു ശക്തമായ രാഷ്ട്രീയമുണ്ട്, ഈ കാര്യത്തിൽ നല്ല രാഷ്ട്രീയ ബോധവും പിന്നെ ഒക്കെ ഉണ്ട്. നല്ല ഉറച്ച് PG പോലെ തന്നെ വായന കിട്ടിയിട്ടുള്ളത് പാർവതിക്കാണ്. അപ്പം ഈ മകൻ എങ്ങനെയാണ്? മകന് അച്ഛൻ്റെ രാഷ്ട്രീയത്തിൽ അവനൊക്കെ ശക്തമായ രാഷ്ട്രീയമുണ്ട്, ഉറച്ച രാഷ്ട്രീയമുണ്ട്. അവൻ മാരോഡിസ് കോളേജിൽ ചേർന്നപ്പോൾ അവിടുത്തെ മാഗസിൻ എഡിറ്ററായിട്ട് മത്സരിച്ചു. പി ഗോവിന്ദപിള്ളയുടെ കൊച്ചുമോൻ എന്നുള്ള നിലയിലാണ് മാഗസിൻ എഡിറ്ററാക്കിയത്. അവന് അങ്ങനെ അവൻ ആഴത്തിലുള്ള വായനയൊന്നും ഉള്ള കക്ഷിയില്ല.
പക്ഷേ അവന് ശക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല. ഇപ്പോൾ അവൻ റിസർച്ച് ചെയ്യണം, PhDക്ക് വേണ്ടി റിസർച്ച് ചെയ്യണം. ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നങ്ങൾ ആണ് അവൻ റിസർച്ച് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല രാഷ്ട്രീയം ഉള്ളവരാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ രണ്ടുപേരും ഇലക്ഷനൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നു. എൻ്റെ ഇലക്ഷൻ മാത്രമല്ല, എല്ലാവരും ഇലക്ഷനും ഇറങ്ങി പ്രവർത്തിക്കുന്ന സ്വഭാവമാണുള്ളത്. അപ്പോൾ അതുകൊണ്ടെന്താ, എൻ്റെ വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ, പിന്നെ അവരെ സ്വീകരിച്ചിരുത്താൻ, ഞാനില്ലെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് കേൾക്കാൻ ഒക്കെ തന്നെ ഒരു മനസ്സ്. രാത്രി ചിലപ്പോൾ 12 മണിക്കും, ഞാനില്ലാത്തവർ രാത്രി 12 മണിക്കും 1 മണിക്കുമായിരിക്കും ആളുകൾ തട്ടി വിളിച്ച് വിഷയം പറയുന്നത്. അപ്പോഴെല്ലാം അതിനെ നല്ല നിലയിൽ തന്നെ സ്വീകരിക്കാൻ വേണ്ടി പാർവതി ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ ആ നിലയിൽ ഒരു രാഷ്ട്രീയ ചർച്ച മൂന്നുപേരും ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് വ്യത്യാസമായി. അപ്പം മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ജീവിതം തുടർന്ന് അരികെ തന്നെ പോകും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാനിരിക്കെ താങ്കൾ പ്രതീക്ഷിക്കുന്നത് എത്ര സീറ്റാണ് LDFന്? ഒരു 90 താഴെയുള്ള ജയഉറപ്പാണ്. അഥവാ ആ വിജയം ഉണ്ടായില്ലെങ്കിൽ താങ്കൾ അതിനെ എങ്ങനെ കാണും? വിജയം ഉണ്ടായില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നടന്നിട്ടുള്ള അഭിപ്രായം അത് അപ്പടി അംഗീകരിച്ചുകൊണ്ട് വീണ്ടും അതിനെന്തെങ്കിലും പെശകുണ്ടോ എന്നുള്ളവരെ പരിശോധിച്ച് വീണ്ടും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പഴയതുപോലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കും. ഞങ്ങൾക്കൊക്കെ ജനങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ തന്നെ വിഷമമാണ്, സങ്കടം വരും. അപ്പോൾ ഞങ്ങളെല്ലാം വീണ്ടും അതിലെത്തിക്ക് തന്നെ പോകും. ഇപ്പോൾ തന്നെ ജോൺ മുണ്ടക്കയും കേരളത്തിലെയും നമ്മുടെ രാജ്യത്തിന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തനമായിരുന്നല്ലോ. നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെയാണ് പൈസൻ്റെ കാര്യം പറഞ്ഞ് റിട്ടയർ ആവേണ്ടി വന്നു. ചുമ്മാ ഇരിക്കാൻ വേണ്ടി തോന്നുന്നില്ലല്ലോ, എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ മാധ്യമരംഗത്ത് നടത്തണമെന്ന് തോന്നുന്നില്ല. അതേ ഒരു സ്വഭാവം തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ളത്. താങ്ക് യു. ഇത്രയും നേരം സംസാരിച്ചതിനുള്ള നന്ദി, വളരെ ഉപകാരം. എന്തായാലും ജോൺ മുണ്ടക്കയുമായിട്ട് ഈ 40 വർഷത്തെ പരിചയത്തിനിടയിൽ ഒരു സ്ട്രോങ് ഇന്റർവ്യൂ നടത്തുന്നത് ആദ്യമായിട്ടാണ്. അതിൽ ഞാനും വലിയ സന്തോഷവാനാണ്. താങ്ക് യു.